എല്ലാം കണ്ട് തൃപ്തിയായല്ലോ നിനക്ക്. നീ ഈ കുടുംബത്തിന്റെ നാശമാണെന്ന് ഒരിക്കൽ ഇവിടെയുള്ള എല്ലാവർക്കും മനസ്സിലാവും. സോറി മോളെ. മോനെ സൂര്യ, ഭർത്താവിനെ രക്ഷിച്ചതിന് കൽപ്പന അവൾക്ക് കൊടുത്ത പ്രതിഫലം കണ്ടോ മുത്തശ്ശി? എങ്ങനെയൊക്കെ ചിന്തിക്കാൻ അവൾക്ക് പറ്റുന്നേ? പോട്ടെ മോനെ, എല്ലാം പതുക്കെ പതുക്കെയല്ലേ ശരിയാക്കി എടുക്കാൻ പറ്റൂ. വേറെന്തും ഞാൻ സഹിക്കും മുത്തശ്ശി. എന്റെ പെങ്ങളാ എന്റെ രാധിക. അവൾ എന്തെങ്കിലും പറഞ്ഞ ഞാൻ പൊറുക്കില്ല മുത്തശ്ശി. മോളിപ്പോഴും കൽപ്പന പറഞ്ഞ കാര്യങ്ങൾ ഓർത്താണോ ഇരിക്കുന്നത്? ചില ആളുകൾ അങ്ങനാ മോളെ. ജീവിതത്തിൽ ഏറ്റവും വലിയ നേട്ടം ഉണ്ടാക്കി കൊടുത്തവരെയും ഒറ്റയടിക്ക് നിഷേധിക്കും. കൽപ്പന സത്യസന്ധമായി സൂര്യ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവൻ നടക്കാൻ കാരണക്കാരിയായ നിന്നോട് നന്ദിയോടെ പെരുമാറും. മോളിപ്പോഴും ഭഗവാന്റെ അത്ഭുത ശക്തിയിലല്ലേ വിശ്വസിക്കുന്നത്? ഇതൊക്കെ തിരുത്താൻ ഭഗവാന് സാധിക്കും മോളെ. മുത്തശ്ശി, ഞാൻ നാളെ ആറ്റുവാശ്ശേരിയിലേക്ക് തിരിച്ചു പോവുക. എന്താ മോളെ ഈ പറയുന്നേ? തിരിച്ചു പോവാനോ? ഏയ്, അങ്ങനൊന്നും ചിന്തിക്കണ്ട. നീ ഇവിടെ ഉണ്ടാവണം കുട്ടി. ദൈവം ഇനിയും നിന്നെ ചിലത് ഏൽപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ പൂർത്തിയാകുന്നത് വരെ നീ ഇവിടെ ഉണ്ടായേ പറ്റൂ. ഇല്ല മുത്തശ്ശി, ഞാനിവിടെ നിന്നതിന് ഒറ്റ കാരണേ ഉള്ളൂ. ഏട്ടന്റെ ചികിത്സ. ഏട്ടൻ എഴുന്നേറ്റ് നടന്നപ്പോ അത് കഴിഞ്ഞു. പിന്നെ കൽപ്പന എടുത്ത് ഞാൻ വലിയൊരു തടസ്സാ. ഞാൻ മാറിക്കൊടുക്കാം. മോളെ, മുത്തശ്ശി നിർബന്ധം പിടിക്കരുത്. മറ്റാരെങ്കിലും എന്നെ നിൽക്കാൻ നിർബന്ധിച്ചാലും അതിന് കൂട്ടു നിൽക്കരുത്. ഇനി എപ്പോഴെങ്കിലും ഒന്ന് കണിമംഗലത്ത് വരാനും സന്തോഷത്തോടെ എല്ലാരെയും കാണാനുള്ള എൻ്റെ അവകാശം കൂടി ഇല്ലാതാക്കരുത്. എനിക്കിവിടെ എല്ലാവരെയും ഇഷ്ടം മുത്തശ്ശി. കണിമംഗലത്തുള്ള എല്ലാവരുടെയും മുഖത്ത് നിറഞ്ഞ ചിരി ഉണ്ടാവണം. ഏട്ടനും ഏട്ടത്തെയും വരുണും പ്രിയങ്കയും എല്ലാവരും സുഖമായി ജീവിക്കട്ടെ. ഞാൻ സന്തോഷിക്കാം. അച്ഛൻ്റെ അമ്മയുടെ അടുത്തുനിന്ന് പോന്നിട്ട് കുറേ നാളായില്ലേ. അവരുടെ കൂടെ ചെന്ന് നിൽക്കണം. എന്നിട്ട് എല്ലാം പോലെ ആവണം. ആറ്റുശ്ശേരിയിലേക്ക് പോയാലും മുത്തശ്ശിയുടെ സ്നേഹവും എന്നും എൻ്റെ മനസ്സിലുണ്ടാവും കേട്ടോ. ഇത്രയും വ്യക്തമായിട്ട് സംസാരിക്കുന്ന നിന്നോട് ഞാൻ എങ്ങനെ തർക്കിക്കാനാ മോളെ? നിന്റെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ.
ഞാൻ വന്നത് കണ്ടില്ലേ? എനിക്ക് കാഴ്ചക്കുറവൊന്നുമില്ല. എന്നിട്ടെന്താ ഇങ്ങനെ? എങ്ങനെ? കാണാത്ത പോലെ. കണ്ടതുകൊണ്ട് പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ലല്ലോ. ആരാ പറഞ്ഞത് വിശേഷമൊന്നുമില്ലാന്ന്? ഇപ്പോഴല്ലേ ഉള്ളിലിരിപ്പ് മുഴുവനായിട്ട് എനിക്ക് മനസ്സിലായത്. ഇരിക്കവിടെ. ഇനി എന്നെ പറ്റിക്കാൻ ശ്രമിച്ചാ ഞാൻ സമ്മതിക്കില്ല. എന്താ താനീ പറയുന്നത്? വരുണിന് പറയാനുള്ളത് മുഴുവൻ തുളസിത്തറയുടെ മുന്നിൽ വെച്ച് വരുൺ ചെയ്ത് കാണിച്ചു. എനിക്ക് പറയാനേ പറ്റൂ. ഓ അതോ? അതെനിക്കൊരു അബദ്ധം പറ്റിയതാ. ഓ പിന്നെ അബദ്ധം പറ്റിയത്. ഞാനിനി നിന്നെ വീട്ടിലെ മോനെ. ഉള്ളിന്റെ ഉള്ളില് എന്നെ എത്ര ഇഷ്ടമാണോ അത്രയ്ക്കും തിരിച്ചങ്ങോട്ട് സ്നേഹിക്കാനാ എന്റെ തീരുമാനം. അയ്യേ, എന്തു കാണിക്കുന്നേ? നീ കളിക്കല്ലേ വരുൺ? ഓ വാതില് തുറന്നു കിടക്കുന്നുണ്ടാണോ? ഇപ്പൊ അടയ്ക്കാലോ. എന്താ നിന്റെ ഉദ്ദേശം? എന്താ ഉദ്ദേശം? എന്റെ കെട്ടിയവനെ പ്രേമിക്കാൻ പോകുന്നു. പ്രേമം കൊണ്ടങ്ങ് മൂട. ഫോൺ എടുത്തിട്ട് ആ മുത്തശ്ശി ഒന്ന് വിളിക്കും. എന്തിനു? ഓ സ്നേഹിക്കാൻ അനുവാദം ചോദിക്കാനാ? അല്ല, എല്ലാ കാര്യത്തിനും കുരുട്ടുകുത്തി പറഞ്ഞു തരുന്നത് മുത്തശ്ശിയല്ലേ? തലയ്ക്ക് ഓളം വന്നാൽ എന്താ ചെയ്യാന്ന് ഒന്ന് ചോദിച്ചോ. വരുൺ, ഇമാതിരി കോപ്രായങ്ങളായിട്ട് എന്റെ മുമ്പിൽ വരരുതേ. ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. തുളസിത്തറയുടെ മുന്നിൽ വെച്ച് എനിക്കൊരു അബദ്ധം പറ്റിയാന്നുള്ളത് ഞാൻ പറഞ്ഞു. അതിന്റെ പേരിൽ എന്നെ സ്നേഹിക്കാനും വരണ്ട, എന്റെ സ്നേഹം വിലക്കെടുക്കാനും വരണ്ട. വരുൺ, എനിക്ക് നിന്നെ ഇഷ്ടമല്ല. മനുഷ്യനാ ഒരിക്കൽ കെട്ടിപ്പിടിക്ക, അത് കഴിയുമ്പോ തള്ളി മാറ്റും. വട്ടിന് ചികിത്സിക്കേണ്ടത് എന്നെയല്ല, ഇയാളെയാ. ഞാൻ പോവാ. എന്റെ മനസ്സിൽ എന്നും നല്ല ഓർമ്മയായിട്ട് ഇയാളുണ്ടാവും. ഒന്നിച്ചു ചേരാനാകാഞ്ഞിട്ടും ഇന്നും കൃഷ്ണനെ പ്രണയിച്ച രാധയില്ലേ, അതുപോലെ ഭഗവാന്റെ മുന്നില് എന്റെ പ്രാർത്ഥന എന്നും ഇയാളുടെ ആരോഗ്യത്തിനും ആയുസ്സിനും വേണ്ടിയാ. തന്നെ കണ്ട ആദ്യ നിമിഷം മുതൽ എൻ്റെ മനസ്സിലുള്ളൊരു കാര്യം എനിക്ക് പറഞ്ഞേ പറ്റൂ. എനിക്ക് തന്നെ ഇഷ്ടമാണ്.
അനുഭവിക്കുകയും ചെയ്യടി. ഏട്ടാ ആ വാ മോളെ. ഏട്ടാ ഞാൻ നാളെ രാവിലെ ആറ്റുശ്ശേരിയിലേക്ക് തിരിച്ചു പോവാ. ആ, എന്താ പെട്ടെന്നൊരു തീരുമാനം? കൽപ്പന അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണോ? ഏയ് ഏട്ടത്തി അങ്ങനെ പറഞ്ഞതുകൊണ്ടെന്നല്ല. മാത്രല്ല ഞാൻ എത്ര നാളായിട്ട് കണിമംഗലത്ത് നിൽക്കുക. അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോയി നിൽക്കണ്ടേ. പാവങ്ങള് എന്നെ കാണാതെ വല്ലാതെ വിഷമിക്കുന്നുണ്ട്. നന്നായി ചിരിച്ചോണ്ട് പറയുന്നുണ്ട് നീ. ഉള്ളെന്താണെന്ന് ഏട്ടൻ അറിയാം. ഏട്ടൻ പറഞ്ഞ ഇവിടെ നിൽക്കോ കുറച്ചു നാളുകൂടി? വേണ്ട ഏട്ടാ. ഈ സ്വരം നന്നാവുമ്പോ പാട്ട് നിർത്താന്നൊക്കെ പറയാറില്ലേ, അതാ നല്ലത്. ഞാനിവിടെ നിന്നതിന്റെ ഉദ്ദേശം പൂർണ്ണമായില്ലേ. എന്റെ ഏട്ടൻ നടന്നല്ലോ. ഞാൻ പോവാ. ഇനി ഇവിടെ നിങ്ങളുടെ ജീവിത, ഏട്ടന്റെയും ഏട്ടത്തിയുടെയും ധരണിന്റെയും പ്രിയങ്കയുടെയും. ആശംസയൊക്കെ കൊള്ളാം. പക്ഷെ ഈ പറഞ്ഞ 4 പേര് എവിടെയാ നിൽക്കുന്നതെന്ന് ആലോചിച്ചിട്ടുണ്ടോ? അതൊക്കെ മാറുന്നേ. ഏട്ടനിൽ ഏട്ടത്തിക്കുണ്ടായ അയോഗ്യത എന്താ? ഏട്ടൻ തളർന്നിരുന്നു പോയതല്ലേ. അത് മാറിയ പിന്നെന്താ കുഴപ്പം? എല്ലാം തികഞ്ഞൊരു ഭർത്താവിനെ സ്വപ്നം കാണുന്ന ആള് ഇനിയിപ്പോ ഏട്ടനെ കണ്ടാ പോരെ. പിന്നെ വരുണിന്റെയും പ്രിയങ്കയുടെയും കാര്യം, അവർക്കിടയിൽ എന്തോ ചെറിയ ചെറിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. ഏട്ടനൊരു നല്ല കുടുംബജീവിതം നയിക്കുമ്പോ ഏട്ടനൊന്ന് വരുണിനെ ഉപദേശിക്കണം. ഞാനിവിടെ വന്ന് നിൽക്കുമ്പോ അച്ഛൻ എന്നോട് പറഞ്ഞതാ, പ്രിയങ്കയുടെയും വരുണിന്റെയും ജീവിതത്തിന് നീ കാവലാവണമെന്ന്. തിരിച്ചു പോകുമ്പോ ആ കാവല് ഞാൻ ഏട്ടനെ ഏൽപ്പിക്കാം. എത്ര നന്നായിട്ടാ നീ സംസാരിക്കുന്നേ. എങ്ങനെയാടി നിനക്ക് ഇങ്ങനെയൊക്കെ പറ്റണേ? നിന്റെ നിർബന്ധങ്ങളുടെ സ്വഭാവം ഏട്ടൻ അറിയാം. അതുകൊണ്ട് ഏട്ടൻ എന്നെ അപേക്ഷിക്കുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ഏട്ടനെ കാണാൻ വരണം നീ. ഏട്ടൻ ആറ്റുവാശ്ശേരിയിലേക്കും വരും. എന്റെ അനിയത്തി അവിടെ ഇല്ലേ? ഏട്ടാ പിന്നൊരു കാര്യം കൂടിയുണ്ട്. ഏട്ടനൊന്നും സംഭവിക്കാതെ വരുണിനെ ആരും തൊടില്ല. എന്നാ അത് മതി. പിന്നെ ഇനി ഇവിടെ നിൽക്കുന്ന ഏട്ടത്തി കണ്ട എന്റെ യാത്ര ഇപ്പൊ കെങ്കേയും ആവും. ഞാൻ പോയിക്കോട്ടെ. മോളെ, വല്ലാണ്ട് മനസ്സിൽ സങ്കടം തോന്നിയ ഏട്ടൻ വിളിക്കും.
ആ കുട്ടി പോകാൻ തന്നെ തീരുമാനിച്ചു അല്ലേ അമ്മേ? അതെ. ഒരിക്കൽ ഞാൻ അവളോട് ഇവിടുന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞതാ. അന്ന് അവളുടെ മഹത്വം എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. ദൈവങ്ങളുടെ മുന്നിൽ ചെന്ന് നിന്ന് സൂര്യയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോ നമ്മൾ എന്താ പറയാറ്? അവനെ തിരിച്ചു തന്നാൽ ആയുഷ്കാലം മുഴുവൻ ആ ദൈവത്തിന്റെ അടിമകളായിക്കോളാം എന്നല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോ അടിമകളാണ്. ദൈവങ്ങളുടെ മുന്നിലല്ല, രാധികമോളുടെ മുന്നിൽ. ഒന്നുമില്ല ഏട്ടാ. ഈ യാത്രയയപ്പുകൾ എപ്പോഴും സങ്കടകരമായിട്ടുള്ള കാര്യമല്ലേ? അത് ആരുടെ ആണെങ്കിലും. ചേച്ചി പോയാ ചേച്ചി ഇനി ഇങ്ങോട്ട് വിടില്ല. ആ അല്ല, ഇപ്പൊ തന്നെ ചേച്ചിയെ കാണാതെ അമ്മയും അച്ഛനും ആകെ വിഷമിച്ചിരിക്കുക. അപ്പൊ പിന്നെ എങ്ങനെയാ പറഞ്ഞയക്കുന്നേ? കൽപ്പനടുത്തി, ണ്ടി വരും. പ്രിയേ, ഇവിടെ എല്ലാവർക്കും നിന്നെ ഇഷ്ടം.